എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളെ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ മധ്യസ്ഥതയെക്കുറിച്ച് അത് വിശേഷതയുള്ളതാണ് എന്ന് 3 പ്രാവശ്യം ആ ഒരൊറ്റ വാക്യത്തിൽ പറയുകയാണ്. ഇനി എബ്രായ ലേഖനം 9:15. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. യേശു ക്രിസ്തു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. 7-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പക്ഷപാതം ചെയ്യുവാൻ വേണ്ടി സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇനി 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വായിക്കുകയാണ്. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശു, യേശു ക്രിസ്തുവിനെ മധ്യസ്ഥനായി ഈ വേദഭാഗങ്ങളിലെല്ലാം നാം കാണുകയാണ്. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആ ഒരുവൻ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. മധ്യസ്ഥത എന്ന വിഷയത്തിൽ ബൈബിൾ നൽകുന്ന സതുപദേശവും ദുരുപദേശവുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അബ്രഹാം സോദോം ഗോമോറയ്ക്ക് വേണ്ടി ദൈവത്തിന് മുമ്പാകെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കാം. 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ആ 50 നീതിമാന്മാരുടെ നിമിത്തം നീ പട്ടണത്തെ നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ഒരു വലിയ പട്ടണത്തിന് വേണ്ടി അബ്രഹാം അവിടെ പക്ഷപാതം ചെയ്യുകയാണ്. മോശെ ഒരിക്കൽ ദൈവത്തിന്റെ കോപത്തെ ശമിപ്പിപ്പാൻ ഇടിവിൽ നിന്നു. ഞാൻ ഈ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ കയറി ഇടിവിൽ നിന്നുകൊണ്ട് നടുവിൽ നിന്നുകൊണ്ട് അരുത് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പാകെ ജനത്തിന് വേണ്ടി മോശെ മധ്യസ്ഥത ചെയ്യുകയാണ്. 1 ശമൂവേൽ 7:8, 12:23 വാക്യങ്ങളിൽ ശമൂവേൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ വായിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്നവിടെ ജനം പറയുകയാണ്. 12:23 ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഇവിടൊക്കെ വിശുദ്ധന്മാർ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. നാം വസിക്കുന്ന നാടിനു വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു. ഈ നാടിനെ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, MP-മാര്, MLA, അങ്ങനെ ഏത് അധികാരസ്ഥരായിരിക്കുന്നവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം വചനം അത് പറയുന്നു. എന്നാൽ ഇത് ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പറ്റില്ല. മരിച്ചുപോയ ഒരു വിശുദ്ധനും വേറെ ആർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. മരിച്ചുപോയവർ ഇന്ന് എവിടെയാണ്? ബൈബിളിലെ പുതിയ നിയമത്തിൽ പറയുന്ന 4 പദങ്ങളുണ്ട്. വെളിപ്പാട് 14:13 ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ദാനിയേലിനോട് ദൈവം പറയുന്നു, ദാനിയേൽ പ്രവചനം 12:13 നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. വെളിപ്പാട് 6:11 അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കേണ്ടതാകുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിന്റെയും വിഷയത്തിൽ അവൻ ഇപ്പോൾ ആശ്വസിക്കുന്നു, നിദ്ര കൊള്ളുന്നു. ലാസർ നിദ്ര കൊള്ളുന്നു, നാം അവനെ ഉണർത്താൻ പോകുന്നു. അപ്പോൾ മരിച്ചതിന് ശേഷമുള്ള മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് ബൈബിൾ പറയുന്ന പദം വിശ്രമിക്കുന്നു, സ്വസ്ഥമായി പാർക്കുന്നു,
ആശ്വസിക്കുന്നു, നിദ്ര കൊള്ളുന്നു. ഇനി മരിച്ചുപോയ ഒരു വിശുദ്ധനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. നൂറ്റാണ്ടുകൾക്കോ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പ് മരിച്ചുപോയവരാണ്. പക്ഷെ അവരെ പിടിച്ച് മനുഷ്യരെന്ത് ചെയ്യാണ്? മധ്യസ്ഥരാക്കുകയാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ ലളിതമായി ചിന്തിക്കൂ, മരിച്ചുപോയ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ശരീരം കുഴിച്ചിടുന്നു, ജീവൻ നഷ്ടമാവുന്നു, ആത്മാവ് അതിനെ നൽകി ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് മൗനമായി കഴിയുകയാണ്. 115 സങ്കീർത്തനം 17 വാക്യം, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. 88 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, മരിച്ചവർക്ക് നീ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ഇനി വളരെ ലളിതമായി ചിന്തിച്ചാൽ പോലും ഈ മരിച്ചുപോയ മനുഷ്യരോടുള്ള മധ്യസ്ഥ അണയ്ക്കുന്നതിന്റെ പോഷത്വം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചില ചിന്തകൾ പറയാം. ഒന്ന്, അവർക്ക് മലയാളം മനസ്സിലാവില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കപ്പതോക്കിയിൽ താമസിച്ചിരുന്ന ഒരു മനുഷ്യന്റെ രൂപം ഇവിടെ കൊണ്ടുവന്നൊരു കണ്ണാടിക്കൂട്ടിനകത്ത് വെച്ച് തിരികത്തിച്ചാൽ അവർക്ക് മലയാളം മനസ്സിലാവില്ല. രണ്ട്, അവർ സർവ്വവ്യാപികളല്ല. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കാരണം കർത്താവ് 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവ് ഇവിടെ ഉണ്ട്. അവൻ സർവ്വവ്യാപിയായ ദൈവമാണ്. പക്ഷെ ഒരു മനുഷ്യനും സർവ്വവ്യാപിയല്ല. ഒരാൾക്ക് ദൈവമായിരിക്കണമെങ്കിൽ അതിനുള്ള കുറെ യോഗ്യതകളുണ്ട്. സർവ്വജ്ഞാനിയായിരിക്കണം, സർവ്വവ്യാപിയായിരിക്കണം, സർവ്വശക്തനായിരിക്കണം, ആരംഭമില്ലാത്തവനായിരിക്കണം, അവസാനമില്ലാത്തവനായിരിക്കണം, നിത്യനായിരിക്കണം, വിശുദ്ധനായിരിക്കണം, മാറ്റമില്ലാത്തവനായിരിക്കണം. പക്ഷേ ഒരു മനുഷ്യനും അങ്ങനെയുള്ളവനല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ഒരാളോടൊരു പ്രയാസമോ അയോഗ്യതയോ ഉള്ളപ്പോഴാണ് ഒരു മധ്യസ്ഥന്റെ ആവശ്യകത. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനോട് പറയാൻ കൊള്ളാത്ത ഏത് കാര്യമാണുള്ളത്? എല്ലാം കർത്താവിനോട് തുറന്നു പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ പിന്നിനി മറ്റൊരു മധ്യസ്ഥനെ ഇടയ്ക്ക് വലിച്ചു വെച്ചാൽ ആ കർത്താവുമായുള്ള ബന്ധത്തിന് വിച്ഛേദനം സംഭവിക്കുകയല്ലേ? ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിനോടൊരു കാര്യം പറയാൻ ഇടയ്ക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. ബൈബിളിലെ ഒരു സംഭവം എടുത്ത് ഉപദേശം സ്ഥാപിക്കാൻ പാടില്ല. കാനാവിലെ കല്യാണ വീട്ടിൽ വെച്ച് യേശു അത്ഭുതം ചെയ്തു, അത് മറിയ പറഞ്ഞിട്ടാണ് എന്ന് ആളുകൾ പറയും. പക്ഷെ നിങ്ങൾ ഓർക്കൂ, അത് അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് യേശു ചെയ്തത്. അത്ഭുതം ചെയ്യാൻ സിദ്ധിയുള്ള ഒരാളാണ് ഞങ്ങളുടെ നടുവിലുള്ളതെന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവർ നേരിട്ട് യേശുവിന്റെ അടുക്കൽ പോകുമായിരുന്നു. അതിനുശേഷം യേശു എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ? ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. അതിന് ഒരു പ്രസക്തമായ നിയമം വാക്യത്തെ വാക്യം കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ്. അതിന് പൂരകമായ വാക്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ സംഭവം എടുത്ത് ഒരു ഉപദേശം സ്ഥാപിക്കാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറയാം. സക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് ഒരു കാട്ടത്തിമരത്തിൽ കയറി അല്ലേ? ഇന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മരത്തെ കയറണമെന്ന് പറയാൻ പറ്റുമോ? ആ സന്ദർഭം മനസ്സിലാക്കി വേണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ജീവിച്ചിരുന്നപ്പോൾ പോലും അപ്പോസ്തലന്മാർക്കാർക്കും സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഒരത്ഭുതവും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-12 വാക്യം, ജന്മനാ മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിലിരുന്ന ആ മനുഷ്യനെ പത്രോസും യോഹന്നാനും കൂടെ യേശുവിന്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കി. ആളുകളെല്ലാം കൂടെ വളരെ ആശ്ചര്യത്തോടെ അവരുടെ അടുക്കൽ എടുത്തപ്പോ പത്രോസ് പറഞ്ഞ, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത്? ജീവിച്ചിരുന്നപ്പോ പോലും സ്വന്തം ശക്തിയാലോ ഭക്തിയാലോ അവർക്ക് അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രവൃത്തികളുടെ പുസ്തകം 14-15 വാക്യത്തിൽ ലുസ്ത്രയിൽ വെച്ച് ഒരു വ്യക്തിയെ, ജന്മനാ മുടന്തനായിരുന്ന ഒരു വ്യക്തിയെ അവിടെ സൗഖ്യമാക്കുന്നുണ്ട്. പ്രൈസല്ലോ. പൗലോസും ശീലാസും കൂടെ പെട്ടെന്ന് ഇവരെ മനസ്സ് മാറി, ദേവന്മാര് നമ്മുടെ നടുവിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾക്ക് ബുധനെന്നും വേറൊരാൾക്ക് ശുക്രനെന്നും പേരിട്ടു കാളകളെ കൊണ്ടുവന്നു മാലയിടുന്നു. തകൃതിയായ പരിപാടി. അവരെ ആരാധിക്കാൻ തുടങ്ങുകയാ. പക്ഷെ അവരെന്താ ചെയ്തത്? ഇത് കണ്ടപ്പോൾ വസ്ത്രം കീറിക്കൊണ്ട് അവരുടെ നടുവിലേക്ക് ഓടിച്ചെന്നിട്ട്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഈ വാക്യം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് മരിച്ചുപോയ, പണ്ടെന്നോ ജീവിച്ചിരുന്ന പലസ്തീനിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമോ ജീവിച്ചിരുന്ന ഒരു പുണ്യവാളന്റെ രൂപം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവരോട് പ്രാർത്ഥിച്ച് ജനത്തെ കബളിപ്പിക്കുന്ന ഈ പരിപാടി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, അവസാനിപ്പിക്കണം. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്
ആകാശവും ഭൂമിയും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവത്തിലേക്ക് തിരിയണമെന്ന് സുവിശേഷൻ ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. യെഹെസ്കേൽ പ്രവചനം 14-14 വാക്യം, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഈ പുണ്യവാളന്മാരെ പിടിച്ച് അവരെ ഇടക്കിട്ട് അവര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, നേതാക്കളായ 3 പേർ, പഴയ നിയമത്തിലെ നീതിമാനായ നോഹ, വളരെ തിളക്കമുണ്ടായിരുന്ന വ്യക്തിയായിരുന്ന ദാനിയേൽ, ദൈവത്തിൽ നിന്ന് നന്മകളെല്ലാം ഇരട്ടിയായി പ്രാപിച്ച ഇയ്യോബ്, അവരെ 3 പേരെ ഉദാഹരിച്ചിട്ട് പറയാൻ, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. യിരെമ്യാ പ്രവചനം 15-1 വാക്യം, മോശയും ശമൂവേലും എന്റെ മുമ്പാകെ നിന്നാലും എന്റെ മനസ്സ് ഈ ജനത്തിലേക്ക് ചായുകയില്ല. ഇവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളയുക. ഞാൻ 5 പേരുടെ പേര് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? 1 നോഹ, 2 ദാനിയേൽ, 3 ഇയ്യോബ്, മോശ, ശമൂവേൽ. ഈ 5 പുരുഷന്മാരെ എടുത്തു പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, ഇവരെ പിടിച്ച് നിങ്ങൾ മധ്യസ്ഥരാക്കിയാലും നിങ്ങൾ രക്ഷപ്പെടൂല. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയണം. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ? അവനവൻ തിന്നാലേ അവനവന്റെ പല്ല് പുളിക്കുള്ളൂ. ബൈബിളിൽ 2 ഇടത്ത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. യെഹെസ്കേൽ പ്രവചനം 18-1-2 വാക്യത്തിലും യിരെമ്യാ പ്രവചനം 31-29-30 വാക്യങ്ങളിലും. അപ്പൊ ഈ 2 ഇടത്തും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മകന്റെ പല്ല് പുളിക്കുമോ? അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ ആരുടെ പല്ലേ പുളിക്കത്തുള്ളൂ? അതുകൊണ്ട് വേറൊരാളുടെ കെയർ ഓഫിൽ സ്വർഗത്തിൽ പോകാതെ നിൽക്കാതെ ജീവിതകാലം മുഴുവൻ ഉള്ള തെറ്റും കുറ്റവും മുഴുവൻ ചെയ്ത് വക്രതയും തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നിന്ന് ഇങ്ങനെ പുണ്യവാളന്മാരെ പിടിച്ച് സ്വർഗത്തിൽ കയറാന്ന് വിചാരിച്ചാൽ സ്വർഗം അത് അംഗീകരിക്കത്തില്ല. അവരെ എന്റെ മുമ്പിൽ നിന്ന് ആട്ടിക്കളയുക. ക്രിസ്തുവിന്റെ മധ്യസ്ഥത എന്ന വിഷയത്തിലേക്ക് നാം വരികയാണ്. 1 തിമോഥെയോസ് 2:5, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. അപ്പൊ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥനായത് ആരാണ്? യേശു ക്രിസ്തു. പിതാവായ ദൈവത്തിനും പാപിയായ മനുഷ്യനും നടുവിൽ യേശുവിനെ നാം മധ്യസ്ഥനായി കാണുകയാണ്. മനുഷ്യർ മധ്യസ്ഥത പട്ടം നൽകിയ മരിച്ചുപോയ ഒത്തിരി പേരുണ്ടെങ്കിലും അവർക്കാർക്കും സ്വർഗത്തിന്റെ അംഗീകാരമില്ല. സ്വർഗത്തിന്റെ അംഗീകാരമുള്ള ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. മധ്യസ്ഥനും ഒരുവൻ. ഇയ്യോബിന്റെ പുസ്തകത്തിലെ 2 വാക്യങ്ങൾ, 9-33 വാക്യം, ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ ഒരു മധ്യസ്ഥനുമില്ല. ഇയ്യോബിന്റെ പുസ്തകം 33-23, 1000-ൽ ഒരുത്തനായി മധ്യസ്ഥനായ ഒരു ദൂതൻ ഉണ്ടായിരുന്നു എങ്കിൽ അവനവങ്കൽ കൃപ വിചാരിച്ചു, മനുഷ്യൻ കുഴിയിൽ ഇറങ്ങാതെ ഇവനെ രക്ഷിക്കണമേ. അടുത്ത ഭാഗം, ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. മധ്യസ്ഥനായ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മറുവില കണ്ടിരിക്കുന്നു എന്ന് പറയും. അവിടെയാണ് 1 തിമോഥെയോസ് 2:5 പ്രസക്തി. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, ഒരു മധ്യസ്ഥനില്ല എന്ന് പഴയ നിയമത്തിൽ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ ഉത്തരം യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. അടുത്ത ഭാഗം, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യാൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. റോമാലേഖനം 8-ാമത്തെ വാക്യത്തിൽ ഭൂമിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരാളെ നമ്മൾ കാണുന്നു. ആത്മാവുതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഭൂമിയിൽ നമ്മോടുകൂടെ വസിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പക്ഷവാദം ചെയ്യുന്നു. ഇനി സ്വർഗത്തിലോ
റോമാലേഖനം 8-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഭൂമിയിലുള്ള മധ്യസ്ഥനായി പരിശുദ്ധാത്മാവിനെയും 34-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലുള്ള മധ്യസ്ഥനായി യേശു ക്രിസ്തുവിനെയും നമ്മൾ കാണുകയാണ്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയും ചെയ്യുന്നു. യേശുവാണ് നമ്മുടെ മധ്യസ്ഥൻ. ഭൂമിയിലായിരുന്നപ്പോ യേശു അത് തെളിയിച്ചു. ഒരു വ്യക്തിക്ക് വേണ്ടി യേശു പക്ഷവാദം ചെയ്തിട്ടുണ്ട്. ശിമോനോട് ഇങ്ങനെ പറഞ്ഞു, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. യേശു ക്രിസ്തു ഒരു മനുഷ്യന് വേണ്ടി പക്ഷവാദം ചെയ്തു. ക്രൂശിൽ വെച്ച് അവൻ മുഴുവൻ മാനവജാതിക്കും വേണ്ടി പക്ഷവാദം ചെയ്തു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു അവിടെയും പക്ഷവാദം ചെയ്യുകയാണ്. എബ്രായലേഖനം 7:25 ആമേൻ, തന്നോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു ക്രിസ്തുവിനെയാണ് അവിടെ എല്ലാം പറയുന്നത്. ഒരിക്കൽ ഒരു അത്തിവൃക്ഷത്തെ ഫലം തേടി വരികയുണ്ടായി. 3 വർഷം അതിന്റെ ഫലം തേടി വന്നു. 3-ാം വർഷം വന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നെങ്കിലും വാസ്തവത്തിൽ അത് 8-ാമത്തെ വർഷമാണ്. ഒരു അത്തിവൃക്ഷം നട്ടാൽ ആദ്യത്തെ 4 വർഷം അതിന്റെ വളർച്ചയുടെ കാലഘട്ടമാണ്. 4 വർഷം കൊണ്ട് എന്ത് ചെയ്യും? അത് വളരും. 5-ാം വർഷം തൊട്ട് അത് ഫലം കായ്ക്കാൻ തുടങ്ങും. ഒരു അത്തി നട്ടാൽ 4 വർഷം വരെ അതിന്റെ വളർച്ചയുടെ സമയം. അത് 5-ാം വർഷം തൊട്ട് ഫലം പുറപ്പെടുവിക്കും. അതാ ഈ 3 വർഷം. അപ്പോ 5, 6, 7 3-ാം വർഷം ഫലമന്വേഷിച്ചെന്നപ്പോ ഒരു ഫലവും അതിൽ കാണാനില്ല. 3 വർഷമായി ഫലമന്വേഷിച്ചു വരുന്നു, ഫലമില്ല. യജമാനൻ പറയുന്നു, ഇത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന്? വെട്ടിക്കളയട്ടെ. പക്ഷേ ഒരുവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, 1 വർഷം കൂടെ നിൽക്കട്ടെ, കളയ്ക്കാം, വളമിടാം, വെള്ളമൊഴിക്കാം, മേലാൽ കായ്ച്ചില്ലെങ്കിലോ വെട്ടിക്കളയാം. അവിടെ എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. അപ്പൊ തോട്ടക്കാരന്റെ മുമ്പാകെ മധ്യസ്ഥത അണച്ചത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ നടുവിൽ അഥവാ മധ്യസ്ഥനായി കാണുന്ന 7 പ്രധാന ചിന്തകൾ ബൈബിളിലുണ്ട്. 1, കഷ്ടതയുടെ നടുവിൽ നമ്മെ സഹായിപ്പാനായി യേശു ഇറങ്ങി വരും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയില്ല, 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 എബ്രായ ബാലന്മാരെ വിഗ്രഹത്തെ ആരാധിക്കാഞ്ഞതിന്റെ പേരിൽ അവരെ തീച്ചൂളയിലേക്ക് ഇട്ടു. ഈ പിള്ളേരോടൊരു സ്നേഹം തോന്നിയിട്ട്, അലിവ് തോന്നിയിട്ട് രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ വിഗ്രഹത്തെ നമസ്കരിച്ചില്ല. ബാക്കി എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങി, പക്ഷേ 6 മുഴങ്കാൽ മാത്രം മടങ്ങിയില്ല. അവർ നേരെ നിൽക്കുകയാണ്. കാരണം ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. സ്വർഗസ്ഥനായ ദൈവം ഒരിക്കലും പൊറുക്കാത്ത, ക്ഷമിക്കാത്ത, നീതീകരണമില്ലാത്ത പാപമാണ് വിഗ്രഹാരാധന. ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദൻ 3000 വർഷം ദൈവത്തെ ആരാധിച്ചത് ഒരു പ്രതിമയും വെക്കാതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രതിമകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബിംബത്തെ നമസ്കരിക്കാഞ്ഞതിന്റെ പേരിലാണ് അവരെ തീച്ചൂളയിലേക്ക് ഇട്ടത്. അവരെ ഒന്ന് ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ അവരോട് ഒരു അലിവ് തോന്നിയിട്ടോ ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടി. എന്നിട്ട് അവർക്ക് വേണ്ടി 2-ാം വട്ടം ഒരിക്കലൂടെ ആ നാദഭേദങ്ങൾ മുഴക്കി. 6 നാദഭേദങ്ങൾ ഒന്നിച്ച് മുഴക്കി. അവർക്ക് പറയാനും മറുപടിയുണ്ട്. രാജാവേ, 2 പ്രാവശ്യമല്ല 2000 പ്രാവശ്യം ഈ ചെണ്ട മുഴക്കിയാലും ഞങ്ങളുടെ മുഴങ്കാലും അടങ്ങൂല. രാജാവേ, തീയിൽ ഞങ്ങൾ കരിയേണ്ടി വന്നാലും ഞങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ല. രാജാവ് നിർത്തിയ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജകൽപ്പനയ്ക്കെതിരെ നിന്നതുകൊണ്ട്, ഭൂരിപക്ഷത്തിനെതിരെ നിന്നതുകൊണ്ട് ആ ന്യൂനപക്ഷമായ എബ്രായ ബാലന്മാരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. മാത്രമല്ല, അവരുടെ തലമുടി കരിഞ്ഞില്ല, വസ്ത്രത്തിന്റെ നൂല് കരിഞ്ഞില്ല. വിസ്മയകരമായ ഒരു കാര്യമാണ്, ശ്രദ്ധിക്കണം. അവരുടെ കയ്യേലും കാലേലും കെട്ടിയിരുന്ന വടം കരിഞ്ഞു, പക്ഷെ നൂല് കരിഞ്ഞില്ല. അതാണ് ദൈവപ്രവൃത്തി.
അവരുടെ ദേഹത്തിന് തീയുടെ മണം പോലും തട്ടിയില്ലെന്ന്. കാരണം എന്താണെന്നറിയാമോ? നാലാമതായ ഒരുവൻ, ദൈവപുത്രന് തുല്യനായ ഒരുവൻ, പഴയ നിയമത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരുന്ന അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട് എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ തീച്ചൂളയുടെ നടുവിൽ അവരോടുകൂടെ നടക്കാൻ ഇറങ്ങി വന്നു. രാജാവ് പറയാണ്, 3 പുരുഷന്മാരെ അല്ലയോ നമ്മൾ തീയിലിട്ടത്, ഇപ്പോൾ 4ാമത് ഒരുവനെ കാണുന്നു. ആ 4ാമന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കാണുന്നു. ആ തീച്ചൂളയുടെ നടുവിൽ ഇറങ്ങി വന്നത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ വാഗ്ദത്തം അവിടെ നിറവേറി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 2-ാമത്തെ വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. അടുത്ത ഭാഗം, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ബലശാലികളായ സൈനികരെ അഗ്നിയുടെ ജ്വാല തട്ടിയപ്പോൾ അവർ കരിഞ്ഞുപോയി. കാരണം ചൂളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടിയിട്ടുണ്ട്. ആ 7 അയലത്ത് പോലും ആർക്കും വരാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം താപമുള്ള ഒരു വലിയ അഗ്നികുണ്ഡത്തിലേക്കാണ് അവരെ ഇട്ടത്. ദൈവം പറഞ്ഞു, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. 2, ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഒരു ഉപദേശകനായി ക്രിസ്തുവിനെ നാം കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ വാക്യം, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നു. എല്ലാ വർഷവും പോകാറുണ്ട്. ആ വർഷവും പോയി, യേശുവും കൂടെ പോയി. അവിടെ പോയി ആരാധനയൊക്കെ കൂടിയിട്ട് തിരിച്ചു പോരുമ്പോ ബാലനായ യേശു കൂടെ ഉണ്ടായിരുന്നില്ല. അവരാവലോടെ ഓടി വരിക. എന്താണ് അവിടെ സംഭവിച്ച പിശക്? ഒരു 3 കാര്യം ഞാൻ അവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യേശു ഇല്ലാതെ അവർ നടക്കേണ്ടി വന്നതിന്റെ കാരണം. 44-ാമത്തെ വാക്യം, സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട്. 1, ഊഹത്തിന്റെ പേരിൽ യാത്ര ചെയ്യുകയാണ്. ഊഹങ്ങൾ ശരിയാകണമെന്നില്ല. അവിടെ ഒരു പാമ്പ് കിടക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് അത് കയറാണെന്ന് ഞാൻ ഊഹിച്ചിട്ട് പോയി എടുത്താൽ, അപ്പൊ ഊഹങ്ങൾ ശരിയാകണമെന്നില്ല. അവിടെ വായിച്ചത് സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവര് ഊഹിച്ചു. 2ാമത്തെ അവരുടെ പ്രശ്നം, പാരമ്പര്യവുമായി നടക്കുന്നവർ. 42-ാമത്തെ വാക്യം, അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. ഇതൊരു തഴക്കദോഷമാണ്. എല്ലാ വർഷവും പോവും, ഈ വർഷം പോവും. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. എത്രയോ വർഷങ്ങൾക്കും എഴുതിയ പാട്ട്. ഇന്ന് നമ്മളത് പാടുമ്പോൾ ഹൃദയത്തിനകത്തൊരു പുതുമയുണ്ടാകണം. ഒരു പുതിയ ഹൃദയത്തിന് വേണം പാടാൻ, ഒരു പുതിയ മനസ്സോടുകൂടെ വേണം പാടാൻ, ഒരു പുതിയ സമർപ്പണത്തോടുകൂടെ വേണം പാടാൻ. അല്ലെങ്കിൽ നമ്മുടെ പദവികൾ ഒരു തഴക്കദോഷമായി, ഒരു പരമ്പരാഗതമായ ആചാരമായി അത് പതിക്കും. 3, സമയം നഷ്ടമാക്കി എന്നുള്ളതാണ്. 44-ാമത്തെ വാക്യമാണ്, ഒരു ദിവസത്തെ വഴി ദൂരം പോന്നു, പിന്നെ അവനെ തെരഞ്ഞു. ഒരു ദിവസത്തെ വഴി എന്ന് പറയുന്നത് 24 മൈലാണ്. ഈ 24 മൈൽ നടക്കുന്നതിനിടയിൽ മറ്റെല്ലാറ്റിനും അവർക്ക് സമയമുണ്ടായിരുന്നു. എല്ലാറ്റിനും സമയമുണ്ടായിരുന്നു. ചോറിനാൻ സമയമുണ്ടായിരുന്നു, വർത്താനം പറയാൻ സമയമുണ്ടായിരുന്നു, വാഷ്റൂമിൽ പോകാൻ സമയമുണ്ടായിരുന്നു, എല്ലാറ്റിനും സമയമുണ്ട്. യേശുവിനെ കുറിച്ച് അന്വേഷിക്കാൻ മാത്രം സമയമില്ല. ഒരു ദിവസത്തെ വഴിദൂരം പോന്നു കഴിഞ്ഞപ്പോഴാ ബാലനായ യേശു കൂടെ ഇല്ലെന്ന് അവര് അറിഞ്ഞത്. അവര് തിരിച്ചു വന്നു. വേദപുസ്തകത്തിൽ വായിക്കുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. ഒരു ദിവസം അങ്ങോട്ട് പോയാലേ കൊച്ചിനെ കണ്ടില്ലെന്ന് പറയുമ്പോ നടന്നു പോയോലെ സാമട്ടിലാണെന്ന് തിരിച്ചു വരുന്നേ. ഓണത്തിലെ വെച്ചു പിടിച്ച് ഓണത്തിലെ ആ 24 മൈൽ തിരിച്ചു താണ്ടാൻ 1/2 ദിവസം മതി. പെട്ടെന്ന് ഓടിച്ചെല്ലത്തില്ലേ? പക്ഷെ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ബാലനായ യേശുവിനെ കണ്ടെത്തിയത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? പിള്ളേരല്ലേ, ബാലനല്ലേ, വല്ല വെച്ചുവാണി പക്കാറിന്റെ അടുത്ത് കാണും, അല്ലെ മിഠായി കച്ചവടത്ത് അടുത്ത കാണും. ബാലനായ യേശുവിനെ തെരഞ്ഞു നടക്കുക. മാതാപിതാക്കൾ ബാലനായ യേശുവിനെ തെരഞ്ഞു നടക്കുക. ഇൻഫന്റ് ജീസസ് എന്നൊരു പദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ണീശോ. എന്താ ആ പേരിന്റെ പോരായ്മ എന്നറിയാമോ? എന്തിനും അമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ഉണ്ണിയാണോ യേശു? ഇന്നും സ്വന്തമായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഉണ്ണിയാണോ യേശു? ഇന്നും യേശുവിനെ അവഹേളിക്കുന്ന ഒരു വിളിപ്പേരല്ലേ ഇൻഫന്റ് ജീസസ്?
സ്വന്തമായി ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു ബാലനല്ല യേശു. അവൻ സർവത്തിന്റെയും ഉടമസ്ഥനാണ്. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവനാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. അവൻ ഇന്നും ബാലനല്ല. 3 ദിവസം അവിടെ എവിടെയൊക്കെ തിരക്കി നടന്നു. തിരക്കേണ്ടത് തിരക്കിയില്ല, അവിടെ എവിടെയൊക്കെ തിരക്കി നടക്കുക. അവസാനം അവർ വന്നപ്പോ യേശു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അവർ ഉപദേശ വിഷയങ്ങളിൽ അസാധാരണമായ ജ്ഞാനമുള്ളവരാണ്. പക്ഷെ യേശു അവരുടെ നടുക്കിലിരിക്കുക. അവന്റെ വാക്ക് കേട്ടവർക്കൊക്കെയും വിസ്മയം തോന്നി. അവന്റെ ഉത്തരങ്ങൾ കേട്ടവര് അതിശയിച്ചു പോയി. ന്യായപ്രമാണം പഠിച്ചപ്പോൾ കിട്ടാത്തൊരറിവ് അവന്റെ പാദപീഠത്തിൽ ഇരുന്നപ്പോ കിട്ടിയെന്ന്. ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേഷ്ടാവാണവൻ, ആലോചനക്കാരുടെ ആലോചനക്കാരനാണവൻ, കർത്താക്കന്മാരുടെ കർത്താവാണവൻ, രാജാക്കന്മാരുടെ രാജാവാണവൻ. അവനൊപ്പം പറയാൻ ഒരാളില്ല. ഏത് ഉപദേഷ്ടാവിനും ഉപദേശം തരാൻ പ്രാപ്തിയുള്ള സർവജ്ഞാനിയാണ് ക്രിസ്തു. യോസഫും മറിയും കൂടെ ചോദിച്ചു, മോനെ ഞങ്ങളോട് ചെയ്ത് എന്താ? ഞങ്ങൾ നിന്നെ തിരക്കി എവിടെല്ലാം നടന്നു കുഞ്ഞെ? യേശുവിന്റെ മറുപടി, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? യേശുവിനെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ നമ്മൾ കാണുകയാണ്. 3 അതിക്രമക്കാർക്ക് വേണ്ടി യേശു നടുവിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. യേശുവിനെ നടുവിൽ ക്രൂശിച്ചു. പദങ്ങൾ നിങ്ങൾ കണ്ടോ? യേശുവിനെ ഒരു വശത്തല്ല ക്രൂശിച്ചത്, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും. യേശുവിനെ നടുവിലായി ക്രൂശിച്ചു. എന്തുകൊണ്ട് നടുവിൽ എന്ന പദം അവിടെ ഉപയോഗിച്ചു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് അതിന്റെ മറുപടി നമ്മൾ വായിക്കുന്നത്. 53-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും. അതിക്രമക്കാരോടുകൂടെ അവൻ എണ്ണപ്പെട്ടു. പക്ഷേ അതിക്രമക്കാർക്ക് വേണ്ടി അവൻ ഇടനിന്നു. യേശുവിനൊപ്പം ക്രൂശിച്ചത് സാധാരണ പൗരന്മാരെയല്ല, കൊടിയ കുറ്റവാളികളെയാണ്. പക്ഷേ ഒരതിക്രമവും ചെയ്യാതിരുന്നിട്ട്, അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നു, സാഹസമൊന്നുമില്ലായിരുന്നിട്ടും അവർ അവന് അതിക്രമക്കാരോടുകൂടിയാണ് ക്രൂശിച്ചത്. 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. യേശു കള്ളനായിട്ടല്ല, അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടും എന്ന തിരുവെഴുത്ത് നിവർത്തിയാകാൻ. രക്ഷകനെ നമ്മൾ കാണുന്നത് പാപികളുടെ നടുവിലെ ഒരു പാപിയായിട്ടല്ല, പാപിയെ രക്ഷിക്കുന്നവനായി. ഏതു പാപിയെയും രക്ഷിക്കുന്നവനായ യേശു ക്രിസ്തു. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ യേശുവിനെ നമ്മൾ കാണുകയാണ്. 2-3 പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു എവിടെയാ ഉള്ളത്? പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ നാം യേശുവിനെ കാണുകയാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട്. പ്രാർത്ഥിക്കുന്ന സഭയുടെ നടുവിൽ യേശു കർത്താവ് ഇറങ്ങി വരികയാണ്. 5 ഭയപ്പെടുന്ന വേളകളിൽ നമുക്ക് ധൈര്യം തരാൻ യേശു നമ്മുടെ നടുവിലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. ഏത് വാതിലടച്ചാലും അകത്ത് വരാൻ കരുത്തുള്ള ഒരുത്തനുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചവൻ, ഇതിനെല്ലാം അതീതനായവൻ. മനുഷ്യർക്കാർക്കും അടയ്ക്കപ്പെട്ട മുറിക്കകത്ത് വരാൻ പറ്റില്ല, പക്ഷെ യേശുവിന് വരാൻ കഴിയും. എന്തുകൊണ്ടാണ് യഹൂദന്മാരെ പേടിച്ചത്? മത്തായി സുവിശേഷം 28-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്മാരെ ഇവർ പേടിക്കാനുണ്ടായ കാരണം പറയുന്നുണ്ട്. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറയും. യേശു ഉയർത്തെഴുന്നേറ്റു. മരണഭാഷങ്ങൾക്ക് അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. അവൻ ദൈവപുത്രനെന്ന് തെളിയിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. പക്ഷെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ മനസ്സില്ല. അവരെ പള്ളിയിലെ പണമെടുത്ത് പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ നാട്ടിലൊക്കെ നടന്നൊരു കഥ പ്രചരിപ്പിക്കണം. ഹലോ,
പ്രചരിപ്പിക്കേണ്ട കഥ അവർ പറഞ്ഞു കൊടുത്തു. എന്താ? ജോലിക്കാർ ഉറങ്ങിപ്പോയെന്ന്. 4 ചേവകരുള്ള 4 കൂട്ടത്തിനാണ് പത്രോസിനെ ഏൽപ്പിച്ചത്. യേശുവിന്റെ കല്ലറയ്ക്കൽ കാവലേർപ്പെടുത്തി. എത്ര പേര് നമുക്കറിയത്തില്ലെങ്കിലും 1-ലധികം പട്ടാളക്കാരുണ്ട്. ഈ സംഭവിച്ചത് അവർ നഗരത്തിൽ ചെന്ന് മഹാപുരോഹിതന്മാരോടും മറ്റും അറിയിക്കുക. അവർ പൈസ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് നാട്ടിലങ്ങ് പറഞ്ഞേരെ. ഇനി നാടുവഴിയുടെ അടുക്കൽ വന്നാലോ അത് ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ അങ്ങ് പറഞ്ഞേരെ. എന്താ പറഞ്ഞത്? അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്ന് വരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പായി. കള്ളക്കഥ. യഹൂദന്മാരെ പേടിക്കാനുണ്ടായ കാരണം എന്താ? എന്താ കഥ പട്ടാളം പ്രചരിപ്പിച്ചേക്കുന്നത്? ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശവം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഒരു മോഷ്ടാവിനെ കൈ കിട്ടിയാൽ ആൾക്കാര് എന്തോ ചെയ്യും? മോഷ്ടാവിനെ കിട്ടിയ വെച്ചേക്കോ. അപ്പൊ ഇവര് പേടിച്ചു. ആരെ പേടിച്ചു? യഹൂദന്മാരെ പേടിച്ചു. ഇവരെത്ര പേരുണ്ട്? 11 പേരേ ഉള്ളൂ. ഒരുത്തം പോയി, ബാക്കി 11 പേരേ ഉള്ളൂ. ഇവര് പേടിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കിരീലാന്ന് വിറച്ചോണ്ടിരിക്കുമ്പോ യേശു വന്ന് നടുക്ക് നിന്നു. ഭയപ്പെട്ട ശിഷ്യന്മാരുടെ നടുവിൽ യേശു വന്ന് നിന്നു. സഹോദരങ്ങളെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കൊരു ആത്മീക ദൂത് ലഭിക്കുന്നുണ്ട്. നാം പലരെയും ഭയപ്പെടുമ്പോൾ, നാം പലതിനെയും ഭയപ്പെടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് നാം പ്രാണവെപ്രാളം തല്ലുന്ന വേളയിലും നമ്മെ ധൈര്യപ്പെടുത്താൻ ദൈവപുത്രൻ നമ്മുടെ നടുവിലേക്ക് വരും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19, 21, 26 ഈ 3 വാക്യങ്ങളിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സമാധാനം. അവർക്കില്ലാതിരുന്നത് സമാധാനമാണ്. യേശു ധാരാളമായി നൽകിയത്, പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തത്, വാഗ്ദത്തം ചെയ്തത്, പീസ് ബി അൺടു യു, നിങ്ങൾക്ക് സമാധാനം. 6 സഭകളുടെ നടുവിൽ നാം ദൈവപുത്രനെ കാണുകയാണ്. നേരത്തെ നമ്മൾ വായിച്ച മത്തായി സുവിശേഷത്തിൽ ഒരു ചെറിയ സഭയിൽ യേശുവിനെ കാണുന്നതായിട്ടാണ്. എന്നാൽ ഇവിടെ സഭകളുടെ നടുവിൽ യേശുവിനെ കാണുന്നു. ഒരേ സമയത്ത് യേശുവിനെ ഏഷ്യ മൈനറിലെ 7 സഭകളുടെ നടുവിൽ കാണുകയാണ്. എനിക്കിപ്പോ ഇവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. എനിക്ക് കോതമംഗലത്തും കോട്ടയത്തും കോഴിക്കോട്ടുമായിരിക്കാൻ എനിക്ക് പറ്റുമോ? പക്ഷെ അത് പറ്റുന്ന ഒരാളുണ്ട്, യേശു ക്രിസ്തു മാത്രം. മരിച്ച ഒരു പരേതാത്മാവിനും അതിനുള്ള പ്രാപ്തിയില്ല, അത് സാധ്യമല്ല. എന്നാൽ സാധ്യമാകുന്ന ഒരാൾ യേശു ക്രിസ്തു മാത്രം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. നിലവിളക്കുകളുടെ നടുവിൽ എന്താ നിലവിളക്ക്? 20-ാമത്തെ വാക്യം. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. അപ്പൊ 7 നിലവിളക്ക് 7 സഭകളാണ്. എഫെസോസ്, മുർന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലാദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾ. അത് ഏഷ്യ മൈനറിന്റെ വിവിധ സ്ഥലങ്ങളിൽ കിടക്കുകയാ. 2-ാം അധ്യായം 1-ാം വാക്യം കൂടെ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ. ഒരു പ്രാദേശിക സഭയിൽ കഥ പറയാണ്, ഞാൻ നിങ്ങളുടെ നടുവിൽ മാത്രമല്ല ഉള്ളത്. 7 പൊൻനിലവിളക്കുകൾ 7 സഭയാണെങ്കിൽ ആ 7 സഭയിലും ഞാനുണ്ട്. ഞായറാഴ്ച നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നു. സമയക്രമീകരണങ്ങൾ ഓരോ രാജ്യത്തും ഓരോന്നാണ്. പക്ഷേ എവിടെയെല്ലാം ആരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുന്നുണ്ടോ അവിടെയെല്ലാം യേശു ഉണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം കൂടെ പറയാം. യേശുവിനെ ഒരേ സമയത്ത് 2 കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം അവസാന ഭാഗത്ത് കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു, പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. 1-ാമത്തെ പദം എവിടെ ഇരുന്നു? സ്വർഗത്തിലിരുന്നു. അടുത്ത വാക്യം, അവൻ അവരോടുകൂടെ ഇരുന്നു. അവരാൽ നടന്ന അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു വന്നു. സ്വർഗത്തിൽ ഇരുന്ന ക്രിസ്തു ഭൂമിയിൽ ശിഷ്യന്മാരോടുകൂടെ ഇരുന്നെന്ന്. ഇത് യേശുവിന് മാത്രമേ പറ്റുള്ളൂ. ഒരു പുണ്യവാളിനും ഇത് പറ്റൂല. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 6-8 വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആരാധനയുടെ നടുവിൽ യേശു വരികയാണ്. യോഹന്നാൻ ആത്മാവിൽ കാണുകയാണ് ഒരു പുസ്തകം, 7 മുദ്രയുള്ള ഒരു പുസ്തകം. അത് വാങ്ങാൻ, അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ
യോഗ്യനായി ആരെയും കാണാതെ യോഹന്നാൻ വാവിട്ട് കരയുന്ന വേളയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, യോഗ്യനായിട്ട് ഒരാളുണ്ട്, യേശുക്രിസ്തു. ഭൂമിയിൽ ആരും യോഗ്യന്മാരല്ല. 2-3 പേരെ ഞാൻ നിങ്ങൾ ശ്രദ്ധയിലിട്ടുണ്ട് വരാം. മുടിയൻ പുത്രനോട് ചോദിക്കേ, നീ യോഗ്യനാണോ? അവൻ പറയും, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യനാണ്. അവനോട് ചോദിക്കും, നീ യോഗ്യനാണോന്ന്? അവൻ പറയും, അല്ല. യേശുവിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുക എന്ന് പറഞ്ഞാൽ, യജമാനന്മാർ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അന്നത്തെ കാലത്ത് മെതിയടി അങ്ങനെയുള്ള ചെരുപ്പുകളാണ്, വള്ളി വെച്ച് കെട്ടിയേക്കുക. അവർ വന്നിരിക്കുമ്പോൾ അടിമകൾ നിന്നിട്ട് എന്ത് ചെയ്യും? ആ വാറഴിച്ച് ചെരുപ്പ് മാറ്റിക്കൊണ്ടുവെക്കും. യോഹന്നാൻ സ്നാപകൻ പറയാണ്, യേശുവിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. മത്തായി 8:8. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ഒരു യോഗ്യനെ കാണിക്കുകയാണ്. ആ യോഗ്യനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ടുണ്ട്. ഒരറുക്കപ്പെട്ട കുഞ്ഞാട്. ഓട്ടക്കളത്തിലൊക്കെ ഓടിയിരുന്നവര് ജയിച്ചു. സമ്മാനം വാങ്ങാൻ വരുമ്പോൾ അവർ പാൻറ്റും കോട്ടും ഇട്ടൊന്നല്ല വരുന്നത്, അവരാ ഓടിയ വസ്ത്രം ധരിച്ചുകൊണ്ട് വരും. ഇവിടെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ വരുന്നു. ആരാണ് ആ കുഞ്ഞാട്? യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. അവൻ ദാവീദിന്റെ വേരാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് 24 മൂപ്പന്മാർ എന്തു ചെയ്തു? അവർ തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുമ്പാകെ ഇട്ടു. അവർ അവന്റെ മുമ്പാകെ വീണു. നമ്മുടെ കിരീടങ്ങൾ മാത്രമല്ല, നാമും അവന്റെ മുമ്പാകെ വീഴണം. നമ്മുടെ ജീവിതത്തിന്റെ നടുവിലേക്ക് വരാൻ യേശുവിനെ അനുവദിക്കണം. ജീവിതത്തിന്റെ കടിഞ്ഞാണ കർത്താവിനെ ഏൽപ്പിച്ചാൽ കർത്താവ് നിന്നെ നയിക്കും, കർത്താവ് നിന്നെ നടത്തും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.